നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി കഫേ മക്കാനിക്ക് സമീപം സ്വകാര്യ ബസും ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം നടന്നത്. ചെറുതുരുത്തിയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും എതിർദിശയിൽ നിന്ന് വന്ന ആംബുലൻസുമാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ അമിത വേഗതയിലെത്തിയ ആംബുലൻസ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നിരവധി യാത്രക്കാർക്ക് നിസ്സാരമായി പരിക്കേറ്റു. എരുമപ്പെട്ടി പഴവൂരിൽ ഫാമിൽ കയറി ആടുകളെ മോഷ്ടിക്കാൻ ശ്രമിച്ച 4 സംഘത്തെ നാട്ടുകാർ സാഹസികമായി പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഒറ്റപ്പാലം സ്വദേശിയായ നസീർ, ഇയാളുടെ മകൻ എന്നിവരടക്കമുള്ള 4 പേരാണ് പിടിയിലായത്. വ്യാഴാഴ്ച പുലർച്ചെ 1:30 സംഭവം. പഴവൂർ പുത്തൻപീടികയിൽ സാദിഖിന്റെ ഉടമസ്ഥതയിലുള്ള ആട് ഫാമിലാണ് മോഷണ ശ്രമം നടന്നത്. DYFI സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ ആവേശകരമായ തുടക്കം. സമ്മേളന നഗരിയായ റീജിയണൽ തിയേറ്ററിൽ സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തിയതോടെയാണ് 4 ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിന് തുടക്കമായത്. ലക്ഷദ്വീപിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 615 പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. DYFIയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ വേദിയാകുന്നത്. സഹകരണ ബാങ്കുകൾ വഴി നൽകിയിരുന്ന ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി CPIM. UDFന്റെ ജനവിരുദ്ധ നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മേഖലയിലെ വിവിധ വില്ലേജ് ഓഫീസുകളിലേക്ക് CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPIM കൈപ്പറമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണയും സത്യാഗ്രഹ സമരവും സംഘടിപ്പിച്ചു. സമരം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു.